ഹലോ ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഒരു നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേണാണ് ഞാൻ തുണിയിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നീഡിൽ വേണം, ഒരു സാധാരണ ത്രെഡ് നീഡിലും വേണം, നമ്മൾക്ക് ബീഡ്സ് കൊരുക്കാനുള്ള ഒരു നീഡിലും പിന്നെ ബീഡ്സും വേണം. അപ്പം ഇതിൻ്റെ നെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ കൗച്ച് സ്റ്റിച്ച് പോലെ ചെയ്യുന്ന ഒരു ബീഡ്സ് വർക്കാണ്. നമ്മൾ എംബ്രോയ്ഡറി വർക്കായിട്ട്, ബേസിക് എംബ്രോയ്ഡറി വർക്കായിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് കൗച്ച് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിൽ ബീഡ്സ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നൊരു ത്രെഡിൽ നമ്മൾ സൂചിയിൽ ത്രെഡ് കോർത്തെടുത്ത് ഇതേപോലെ നമ്മൾ ത്രെഡ് ഇതേപോലെ ഒരു ലൈനിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ബീഡ്സ് മാത്രം കൊരുക്കുന്നിടത്ത് അടിയിൽ കൂടെ സൂചി എടുത്ത് ഒരു ബീഡ് എടുത്ത് അതിൻ്റെ കൗച്ചായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു നല്ല അടിപൊളി ഒരു ഡിസൈനായിട്ട് കിട്ടും. ആർക്ക് വേണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ്. ഇതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരും അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ വർക്കും കൂടിയാണ്. ഇതേപോലുള്ള നെക്ക് ഡിസൈനൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ ഡിസൈനും കൂടിയാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നൂലെടുത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലെ ചെയ്തെടുക്കണം. നമ്മൾ ബേസിക് സ്റ്റിച്ചിൽ ബാക്ക് സ്റ്റിച്ചായിട്ടാണ് ചെയ്യുന്നത്. ബീഡ്സ് നമ്മൾ ഓരോ ബീഡ്സ് എടുത്ത് ബാക്ക് സ്റ്റിച്ച് ചെയ്യും. ഇത് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യുന്ന ഡിസൈൻ കൂടിയാണ്. ഇതേപോലെ ചെയ്ത് കൊടുക്കണം. കുർത്തീസിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനും കൂടിയാണ്. ഇതേപോലുള്ള ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ത്രെഡും കുറച്ചൊരു ബീഡ്സും മാത്രം മതി. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസൈൻ വർക്കായിട്ട് ചെയ്ത് ഒരു നല്ല അടിപൊളി ഒരു കുർത്തിയാക്കി ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ബാവഡ് സ്റ്റിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്ന നീഡിൽ കൂടി ഒരു 3-4 ബീഡ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത ത്രെഡിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ബീഡ്സ് അതിൻ്റെ ഇടയിൽ കൂടി എടുക്കണം. ഇതേപോലെ കാണിക്കുന്ന രീതിയിൽ ഇതേപോലെ സൂചിയിൽ ബീഡ്സ് കൊടുത്ത് നൂല് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഒരു 3-4 ബീഡ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ ഇടയിൽ കൂടി സൂചി എടുത്ത് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നീഡിൽ കടത്തിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതൊരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും.
ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് കാണുന്നവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതേപോലുള്ള വർക്കുകളൊക്കെ ഇനിയും ചാനലിൽ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതേപോലുള്ള വർക്കുകളൊക്കെ കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതിൻ്റെ ഇതേപോലെ വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, തുടക്കക്കാർക്കായാലും ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.